പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥ അപേക്ഷിച്ച് പ്രാർത്ഥിക്കാം. കൃപ നിറഞ്ഞ മറിയമേ, നിനക്ക് സമാധാനം. നമ്മുടെ കർത്താവ് നിന്നോടുകൂടെ, നീ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. നിന്റെ ഉദരഫലമായി നമ്മുടെ കർത്താവ് ഈശോമിശിഹ വാഴ്ത്തപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഈശോയിൽ ഏറ്റവും സ്നേഹമുള്ള സഹോദരങ്ങളെ, യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പഠനത്തിൻ്റെ 4-ാമത്തെ ഭാഗത്തേക്ക് നാം കടക്കുകയാണ്. ഈ 4-ാമത്തെ എപ്പിസോഡിൽ നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചതിൻ്റെ തുടർച്ചയായിട്ട് ലോഗോസ് എന്ന വാക്കിൻ്റെ അർത്ഥം നമ്മൾ ഗ്രഹിക്കാനായിട്ട് പരിശ്രമിക്കുകയാണ്. ലോഗോസിനെക്കുറിച്ച് നമ്മൾ കഴിഞ്ഞ ദിവസം ചിന്തിച്ചപ്പോൾ പറഞ്ഞിരുന്നു, ദൈവത്തെയും മനുഷ്യരെയും തമ്മിൽ കണക്റ്റ് ചെയ്യുന്ന കമ്മ്യൂണിക്കേറ്റിംഗ് ലിങ്കാണ്. ദൈവത്തിൻ്റെ മനസ്സും ദൈവത്തിൻ്റെ ചിന്തകളും എന്താണെന്ന് വ്യക്തമാക്കി തരുന്ന വാക്കാണ് യേശു. ആ വാക്കാണ് യേശു. അതുകൊണ്ടാണ് യോഹന്നാൻ ലോഗോസ് എന്ന് യേശുവിനെ വിളിച്ചത്, അല്ലെങ്കിൽ ദൈവപുത്രനെ ലോഗോസ് എന്ന് പരിചയപ്പെടുത്തിയത്. ഇനി നമുക്ക് അതിൻ്റെ തുടർച്ചയായിട്ട് ഞാൻ പറഞ്ഞിരുന്നു, എഫേസോസിലാണ് ഈ ഗ്രന്ഥരചന നടക്കുന്നത്. എഫേസോസിൽ വെച്ച് ഈ ഗ്രന്ഥം എഴുതുന്നതിന് ഏതാണ്ട് 600 വർഷങ്ങൾക്ക് മുൻപ് എഫേസോസിൽ ജീവിച്ചിരുന്ന ഒരു തത്വചിന്തകൻ്റെ പേരായിരുന്നു എന്തായിരുന്നു? ഹെരാക്ലീറ്റസ്. ഹെരാക്ലീറ്റസ് എന്ന് പറയുന്ന ആ തത്വചിന്തകൻ മാറിമറിയുന്ന ഈ ലോകത്തെ നോക്കി അദ്ദേഹം ഒരു ചോദ്യം ചോദിച്ചു. ഈ മാറിമറിയുന്ന ലോകത്തിലെ മാറി മാറി വരുന്ന യാഥാർത്ഥ്യങ്ങൾക്ക് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഹെരാക്ലീറ്റസ് ചോദിച്ച ഫിലോസോഫിക്കൽ ക്വസ്റ്റ്യൻ ഇതാണ്. ഈ ലോകം ഒരു ഫ്ലക്സാണ്, ലോകം ഇങ്ങനെ ചേഞ്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെ ചേഞ്ച് ചെയ്യുന്ന ഈ ലോകത്തിന് നിലനിൽക്കുന്ന എന്തെങ്കിലും അർത്ഥമുണ്ടോ? അതായത് വസന്തം ഗ്രീഷ്മത്തിനും, ഗ്രീഷ്മം ശിശിരത്തിനും, ശിശിരം ഹേമന്തത്തിനും ഒക്കെ വഴി മാറുന്നു. കാലപ്പകർച്ചകൾ, ഋതുഭേദങ്ങളുണ്ടാവുന്നു. മനുഷ്യൻ്റെ ജീവിതം മാറി മറിയുന്നു. കാലാവസ്ഥ മാറുന്നു. ഒന്നിനും ഒരു നിലനിൽപ്പില്ല. എല്ലാം ക്ഷയമാണ്, എല്ലാം ക്ഷണഭങ്കുരമാണ്. അപ്പോൾ അങ്ങനെയുള്ള ഈ മാറി മറിയുന്ന മായാലോകത്തിൽ എന്തെങ്കിലും നിലനിൽക്കുന്നതുണ്ടോ? എന്തെങ്കിലും അർത്ഥമുണ്ടോ? ഹെരാക്ലീറ്റസ് ചോദിച്ച ചോദ്യം അതായിരുന്നു. അപ്പോൾ അദ്ദേഹം ചോദിച്ച ചോദ്യം ഇതാണ്: ഈ ലോകത്തിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? ലക്ഷ്യമുണ്ടോ? ക്രമമുണ്ടോ? യുക്തിയുണ്ടോ? അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ലോകത്തിന് എന്തെങ്കിലും വെദർ ദർ ഈസ് എനി മീനിങ് ടു ദിസ് ചേഞ്ചിങ് വേൾഡ്, എന്തെങ്കിലും അർത്ഥമുണ്ടോ? അപ്പോൾ ഒന്ന് അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിന് എന്തെങ്കിലും അർത്ഥമുണ്ടോ? മീനിങ് എന്താണ്? ലക്ഷ്യമുണ്ടോ? ഇതേതെങ്കിലും ഒരു ലക്ഷ്യത്തിലേക്ക് യാത്ര ചെയ്യുന്ന ലോകമാണോ? മറ്റൊന്ന് അദ്ദേഹം ചോദിക്കുന്നത്, ഇതിനൊരു ഓർഡറുണ്ടോ? പിന്നെ അദ്ദേഹം ചോദിക്കുകയാണ്, ഇതിനൊരു ലോജിക്കുണ്ടോ? ഈ ജീവിതത്തിന്, ഈ ലോകത്തിന് എന്തെങ്കിലും ഒരു ലോജിക്കുണ്ടോ? അതായത് കുറച്ച് പേര് ജനിക്കുന്നു, വളരുന്നു, ജീവിക്കുന്നു, കുറേ കലഹിക്കുന്നു, കുറേ പഠിക്കുന്നു, ജോലി കിട്ടുന്നു, കല്യാണം കഴിക്കുന്നു, മക്കൾക്ക് ജന്മം കൊടുക്കുന്നു, അവരെ കല്യാണം കഴിപ്പിച്ചു വിടുന്നു, പ്രായമാവുന്നു, മരിക്കുന്നു. ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം ചോദിക്കേണ്ടത്, ഇതിനെന്തെങ്കിലും ലോജിക്കുണ്ടോ? അപ്പോൾ ഈ വാക്കുകൾ നമ്മൾ ഓർത്തിരിക്കണം. ഹെരാക്ലീറ്റസ് ചോദിച്ച ചോദ്യങ്ങളിൽ, അതായത് ഒന്ന് മീനിങ്, ഈ ലോകത്തിൻ്റെ മീനിങ്, അർത്ഥം. രണ്ടാം അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ എയിം, ഒബ്ജക്റ്റീവ്, ലക്ഷ്യം, ഡെസ്റ്റിനേഷൻ. മൂന്നാമതായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ ഓർഡർ, ക്രമം. നാലാമതായിട്ട് അദ്ദേഹം ചോദിക്കുകയാണ്, ഈ ലോകത്തിൻ്റെ യുക്തി, ലോജിക്ക്. ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? അപ്പോൾ മീനിങ്, പർപ്പസ്, പാറ്റേൺ, ലോജിക്ക്, ഈ 4 കാര്യങ്ങൾ. അതായത് ഹെരാക്ലീറ്റസ് ചോദിക്കുകയാണ്, വെദർ ദർ ഈസ് എനി മീനിങ്, വെദർ ദർ ഈസ് എനി പർപ്പസ്, വെദർ ദർ ഈസ് എനി പാറ്റേൺ, വെദർ ദർ ഈസ് എനി ലോജിക് ടു ദിസ് ചേഞ്ചിങ് വേൾഡ്. അപ്പോൾ ഈ കാര്യങ്ങൾക്ക്, ഈ 4 കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഈ കാര്യങ്ങൾക്ക് മീനിങ്, അർത്ഥം, പർപ്പസ്, ലക്ഷ്യം, പാറ്റേൺ, ക്രമം, ലോജിക്, യുക്തി, ഈ 4 കാര്യങ്ങൾക്ക് ഹെരാക്ലീറ്റസ് ഉപയോഗിച്ച വാക്കാണ് ലോഗോസ്. എഫേസോസിൽ ജീവിച്ചിരുന്ന, യോഹന്നാനി സുവിശേഷം എഴുതുന്നതിന് 600 കൊല്ലം മുമ്പ് എഫേസോസിൽ ജീവിച്ചിരുന്ന ഹെരാക്ലീറ്റസ് ഈ വാക്കുകൾക്ക്, അതായത് അർത്ഥം, ലക്ഷ്യം, ക്രമം, യുക്തി, അർത്ഥം, ലക്ഷ്യം, ക്രമം, യുക്തി. അദ്ദേഹം ചോദിച്ച പശ്ചാത്തലം ലോകത്തിന് എന്തെങ്കിലും യുക്തിയുണ്ടോ എന്ന ചോദ്യമാണ്. അപ്പോൾ ഈ ചോദ്യം ചോദിച്ചിട്ട് അദ്ദേഹം ഓർഡറിന്, പർപ്പസിന്, അതുപോലെ മീനിങ്ങിന്,
പാറ്റേണിന്, ലോജിക്കിനും ഒക്കെ അദ്ദേഹം കൊടുത്ത വാക്കാണ് ലോഗോസ്. ഇവിടെ കിട്ടുന്നുണ്ടോ? അപ്പോൾ ലോഗോസ് എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? ലോഗോസ് എന്ന് പറഞ്ഞാൽ അർത്ഥം, ലക്ഷ്യം, ക്രമം, യുക്തി. ഈ നാലർത്ഥമാണ് ഹെരാക്ലിറ്റസിൻ്റെ മനസ്സിൽ ലോഗോസ് എന്നതിനുള്ളത്. ഇനി ഇത് കഴിഞ്ഞ് കുറേ നൂറ്റാണ്ടുകൾ കഴിഞ്ഞ് ഹെരാക്ലിറ്റസിൻ്റെ തത്വചിന്ത പഠിച്ച യഹൂദനായ മറ്റൊരു ചിന്തകനുണ്ടായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരാണ് ഫിലോ ഓഫ് അലക്സാണ്ട്രിയ. അലക്സാണ്ട്രിയയിലെ ഫിലോ. അദ്ദേഹം ഹെരാക്ലിറ്റസിൻ്റെ തത്വചിന്ത പഠിച്ചതിന് ശേഷം അദ്ദേഹം ഈ ഫിലോ ഓഫ് അലക്സാണ്ട്രിയാണ് ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ, ദൈവം ലോകത്തെ സൃഷ്ടിച്ചതായിട്ട് ബൈബിൾ പറയുന്നത് ഒരു വാക്ക് ഉപയോഗിച്ചാണ്. ആ വാക്ക് ഏതാണ്? ഉണ്ടാകട്ടെ എന്ന വാക്കാണ്. അപ്പോൾ ദൈവം ലോകത്തെ സൃഷ്ടിക്കുമ്പോൾ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച സൃഷ്ടിയുടെ വാക്കായ ഉണ്ടാകട്ടെ, ലെറ്റ് ദെയർ ബി, ഉണ്ടാകട്ടെ എന്ന വാക്കിനെ ഫിലോ ഓഫ് അലക്സാണ്ട്രിയ എന്ത് വിളിച്ചു? ലോഗോസ് എന്ന് വിളിച്ചു. ദൈവം ലോകത്തെ സൃഷ്ടിക്കാൻ ഉപയോഗിച്ച വാക്കിനെ ലോഗോസ് എന്ന് വിളിച്ചു. ഞാൻ ഇതിൻ്റെ ഒരു പശ്ചാത്തലം പറയുന്നത്, നമ്മൾ ഇന്ന് ഈ 2023 വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു എന്ന് നമ്മൾ പറയുമ്പോൾ ആ വചനം എന്നതിന് യോഹന്നാൻ്റെ മനസ്സിലുണ്ടായിരുന്ന അർത്ഥം എന്താണ് എന്ന് മനസ്സിലാക്കാനാണ് ഞാനിത് പറയുന്നത്. ലോഗോസ് എന്ന് യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ യോഹന്നാൻ്റെ മനസ്സിലുണ്ടായിരുന്ന അർത്ഥം എന്താണ്? ആദിയിൽ വചനം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, അല്ലെങ്കിൽ തൃത്വത്തിലെ രണ്ടാമത്തെ വ്യക്തിയെ വചനമെന്ന് വിളിച്ചതിലൂടെ യോഹന്നാൻ എന്താണ് പറയാൻ ശ്രമിച്ചത്? ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. വചനമെന്ന വാക്ക് പുത്രനെ വിളിക്കാൻ ഉപയോഗിച്ചതിലൂടെ യോഹന്നാൻ പറയാൻ പരിശ്രമിച്ചത് എന്താണ്? എന്തായിരിക്കും പറയാൻ പരിശ്രമിച്ചത്? അതായത് മാറി മറിയുന്ന, നിലനിൽപ്പില്ലാത്ത, അർത്ഥമില്ലെന്ന് തോന്നുന്ന, ലക്ഷ്യമില്ലെന്ന് തോന്നുന്ന, ക്രമമില്ലെന്ന് തോന്നുന്ന, യുക്തിയില്ലെന്ന് തോന്നുന്ന ഈ ലോകത്തിൽ എന്തെങ്കിലും ലക്ഷ്യമുണ്ടോ, അർത്ഥമുണ്ടോ, ക്രമമുണ്ടോ, യുക്തിയുണ്ടോ എന്ന് നിങ്ങൾ തിരയുമ്പോൾ ഈ മാറി മറിയുന്ന ലോകത്തിൻ്റെ അർത്ഥം ഒരു വ്യക്തിയാണ്, ലക്ഷ്യം ഒരു വ്യക്തിയാണ്, ക്രമം ഒരു വ്യക്തിയാണ്, ലോജിക്ക് ഒരു വ്യക്തിയാണ്. ആ വ്യക്തിയാണ് വചനമായ ദൈവം. മനസ്സിലാവുന്നുണ്ടോ? അതായത് വചനമെന്ന് ഉപയോഗിക്കുന്നതിലൂടെ ലോഗോസ് എന്ന് ഉപയോഗിക്കുന്ന യോഹന്നാൻ പറയുകയാണ്, ഈ ലോകത്തിൻ്റെ അർത്ഥം യേശുവാണ്, ഈ ലോകത്തിൻ്റെ ക്രമം യേശുവാണ്, ഈ ലോകത്തിൻ്റെ ലക്ഷ്യം യേശുവാണ്, ഈ ലോകത്തിൻ്റെ യുക്തി, ജീവിക്കാനുള്ള റീസൺ, ജീവിക്കാനുള്ള ലോജിക്ക് യേശുവാണ്. പറഞ്ഞേ ഹല്ലേലൂയ. അപ്പോൾ അതാണ് യഥാർത്ഥത്തിൽ ലോഗോസ് എന്ന് പറയുന്നതിലൂടെ യോഹന്നാൻ പറയാനായിട്ട് പരിശ്രമിക്കുന്നത്. നമുക്കൊരു വചനം എടുക്കാം. ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. ഹെബ്രായ ലേഖനത്തിൻ്റെ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. ഹെബ്രായർ 1:3 വായിക്കാം. അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. ഹെബ്രായർ 1:3 അവൻ അവിടുത്തെ മഹത്വത്തിൻ്റെ തേജസ്സും സത്തയുടെ മുദ്രയുമാണ്. അടുത്ത വാക്യം, തൻ്റെ ശക്തിയുടെ വചനത്താൽ അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അതാണ് അവൻ എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അതാണ് ഹെബ്രായ ലേഖനം പറയുകയാണ്, യേശു എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു, യേശു എല്ലാറ്റിനെയും താങ്ങി നിർത്തുന്നു. അല്ലെങ്കിൽ മറ്റൊരു വാക്യം വായിക്കാം. കൊളോസോസ് 1:16-17. കൊളോസോസ് 1:16-17. കൊളോസോസ് 1:16-17 ഉച്ചത്തി വായിക്കാം. കാരണം കൊളോസോസ് 1:16-17 വായിക്കാം. കാരണം അവനിൽ സ്വർഗത്തിലും ഭൂമിയിലുമുള്ള ദൃശ്യവും അദൃശ്യവുമായ എല്ലാ വസ്തുക്കളും സൃഷ്ടിക്കപ്പെട്ടു. സിംഹാസനങ്ങളോ ആധിപത്യങ്ങളോ ശക്തികളോ അധികാരങ്ങളോ എന്തുമാകട്ടെ, എല്ലാം അവനിലൂടെയും അവന് വേണ്ടിയുമാണ് സൃഷ്ടിക്കപ്പെട്ടത്. അവനാണ് എല്ലാറ്റിനും മുൻപുള്ളവൻ, അവനിൽ സമസ്തവും സ്ഥിതി ചെയ്യുന്നു. അതായത് നമ്മളിവിടെ എന്താ മനസ്സിലാക്കേണ്ടത്? അതായത് ഇന്ന് ഒരു വ്യക്തി ചിന്തിക്കുകയാണ്, എൻ്റെ ജീവിതത്തിന് ഒരർത്ഥവുമില്ല എന്ന് ചിന്തിക്കുമ്പോൾ ആ വ്യക്തിയോട് യോഹന്നാൻ പറയുകയാണ്, നിനക്ക് ജീവിക്കാനുള്ള കാരണം, നിൻ്റെ ജീവിതത്തിൻ്റെ റെലവൻസ്, നിൻ്റെ ജീവിതത്തിൻ്റെ പ്രസക്തി, നിൻ്റെ ജീവിതത്തിൻ്റെ അർത്ഥം ആരാണ്? യേശുവാണ്. യേശുവാണ് നിന്നെ ജീവിക്കാൻ പ്രേരിപ്പിക്കുന്നത്. രണ്ടാമത്തേത്, ഒരാൾ പറയുകയാണ് എൻ്റെ ജീവിതത്തിന് ഒരു ലക്ഷ്യവുമില്ല. യേശുവാണ് ലക്ഷ്യം എന്ന് പറഞ്ഞാൽ എന്താ? യേശുവായി തീരുകയാണ് ലക്ഷ്യം. യേശുവിനെ പോലെ ആവുകയാണ് ഒരു വ്യക്തിയുടെ ഈ ലോക ജീവിതത്തിലെ ലക്ഷ്യം. ഇനി ഒരാൾ പറയുകയാണ് എൻ്റെ ജീവിതത്തിന് ഒരു ക്രമവുമില്ല,
ജീവിതത്തിന് ക്രമം തരുന്നത് യേശുവാണ്. അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. ജീവിതത്തിന് ഒരു ക്രമവും ഒരു ഓർഡറും ഒരു അടുക്കും ചിട്ടയും ഒരു അച്ചടക്കവും ഒരു ഡിസിപ്ലിനും എല്ലാം തരുന്നത് യഥാർത്ഥത്തിൽ യേശുവാണ്. പിന്നീട് ഒരാൾ പറയുകയാണ് എൻ്റെ ജീവിതത്തിന് ഒരു ലോജിക്കും ഇല്ല. എന്ത് ലോജിക്കാണുള്ളത്? എന്തിന് ഞാൻ ജീവിച്ചിരിക്കണം? ഇപ്പോൾ ഈശോ പറഞ്ഞില്ലേ, ഞാൻ വഴിയും സത്യവും ജീവനുമാണ്. ജീവനാണെന്ന് പറഞ്ഞാൽ എന്താ? ജീവനാണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഒരർത്ഥം നമുക്ക് ജീവിക്കാനുള്ള കാരണം യേശുവാണെന്നാണ്. നമ്മുടെ ലൈഫിൻ്റെ പർപ്പസ് യേശുവാണെന്നാണ്. നമ്മുടെ ലൈഫിൻ്റെ റെലവൻസ് യേശുവാണെന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ യേശുവിനെ കണ്ടുമുട്ടുന്നൊരു വ്യക്തി കണ്ടുമുട്ടുന്ന എന്താ? അയാളുടെ ജീവിതത്തിൻ്റെ അർത്ഥം കണ്ടുമുട്ടുന്നു, അയാളുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം കണ്ടുമുട്ടുന്നു, ജീവിതത്തിൻ്റെ ഓർഡർ, ക്രമം, അച്ചടക്കം കണ്ടുമുട്ടുന്നു. ഒരു വ്യക്തി ജീവിതത്തിൻ്റെ യുക്തി കണ്ടെത്തുന്നു, ജീവിതത്തിൻ്റെ ലോജിക്ക് കണ്ടെത്തുന്നു, ജീവിക്കാനുള്ള കാരണങ്ങൾ കണ്ടെത്തുന്നു. അപ്പോൾ ഇതാണ് ഞാൻ ഏറ്റവും ലളിതമായിട്ട് പറഞ്ഞാൽ, പ്രായോഗികമായിട്ട് പറഞ്ഞാൽ, വചനം എന്ന്, ലോഗോസ് എന്ന് യേശുവിനെ വിളിച്ചത് വഴി യോഹന്നാൻ പറയാൻ പരിശ്രമിക്കുന്ന ഒരു 100,000 ന്യായങ്ങളിലൊന്ന് ഇതാണ്. അടുത്തത്, ഇനി നമ്മൾ ആ വചനത്തിൻ്റെ ഒരു അഞ്ച് പ്രവർത്തനങ്ങൾ നമ്മൾ പറയുകയാണ്. ഈ വചനത്തിൻ്റെ ഒരു 5 നമ്മളിപ്പോൾ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നമ്മൾ എന്താണ് ചിന്തിക്കുന്നതെന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് ഞാൻ വിചാരിക്കുന്നു. നമ്മളിപ്പോൾ യോഹന്നാൻ്റെ സുവിശേഷത്തിൻ്റെ പ്രൊലോഗാണ്, മുഖവുര. അതേത് വാക്യങ്ങളാണ്? യോഹന്നാൻ 1-ാം അധ്യായം 1 മുതൽ 18 വരെയുള്ള വാക്യങ്ങളാണ് നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത് ചിന്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനകത്ത് ഈ വചനത്തെ 5 തലങ്ങളിൽ യോഹന്നാൻ അവതരിപ്പിച്ചിരിക്കും. ഈ ലോഗോസിനെ 5 തലങ്ങളിൽ അവതരിപ്പിക്കുകയാണ്. ഒന്നാമത്തേത് 1:3, യോഹന്നാൻ്റെ സുവിശേഷം 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം വായിക്കാം. യോഹന്നാൻ 1-ാം അധ്യായത്തിൻ്റെ 3-ാമത്തെ തിരുവചനം. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അപ്പോൾ അതാണ് ഒന്നാമത്തേത്, എല്ലാം അവനിലൂടെയാണ്. അപ്പോൾ ഒന്നാമത്തെ വചനത്തെ സംബന്ധിക്കുന്ന 5 വെളിപ്പെടുത്തലുകളിലെ ഒന്നാമത്തെ വെളിപ്പെടുത്തൽ, ഈസ് ദി ഏജൻറ്റ് ഓഫ് ക്രിയേഷൻ. അവൻ സൃഷ്ടിക്കപ്പെട്ടത് അവനിലൂടെയാണ്. ഈസ് ദ ഏജൻറ്റ് ഓഫ് ക്രിയേഷൻ. അവനിലൂടെയാണ് സൃഷ്ടിക്കപ്പെട്ടത്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് ഈ ലോകത്ത് നമുക്ക്, അതായത് ലോകത്തുള്ള ഏത് മനുഷ്യനും ക്രിസ്തുവുമായിട്ട് റിലേറ്റ് ചെയ്യാം. ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു ഹൈന്ദവൻ മാമോദീസ മുങ്ങിയിട്ടില്ല, മാമോദീസ സ്വീകരിച്ചിട്ടില്ല, യേശുവിനെ രക്ഷകനെ നാഥനോട് സ്വീകരിച്ചിട്ടില്ല. ബട്ട് ഈസ് ഇൻ സം വേ കണക്റ്റഡ് ടു ജീസസ് ക്രൈസ്റ്റ്. അയാൾ യേശുവിനോട് ഏത് തരത്തിലാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്? അത് ഈ തരത്തിലാണ്. എന്താ? അയാളും സൃഷ്ടിക്കപ്പെട്ടത് യേശുവിലൂടെയാണ്. അപ്പോൾ ക്രിസ്തുവിലൂടെ സൃഷ്ടിക്കപ്പെട്ടത് കൊണ്ട് ഉണ്മയിലേക്ക് വന്നത്, അസ്തിത്വത്തിലേക്ക് വന്നത്, ഒരാൾ ജീവനിലേക്ക് വന്നത് യേശുവിലൂടെയാണ്. അതായത് ഒരു അമ്മയുടെ ഗർഭപാത്രത്തിൽ നിന്ന് ഒരാൾ പുറത്തു വരുമ്പോൾ ഗർഭപാത്രത്തോടും അമ്മയോടും അയാൾക്ക് ബന്ധമുള്ളതുപോലെ യേശുവിലൂടെയാണ് ഒരാൾ സൃഷ്ടിക്കപ്പെട്ടതെങ്കിൽ യേശുവിനോട് അയാൾക്ക് അമ്മയോടെന്നതുപോലെ ഒരു ബന്ധമുണ്ട്, ഒരു പൊക്കിൾക്കൊടി ബന്ധമുണ്ട്, ഒരു ആത്മീയ ബന്ധമുണ്ട് യേശുവുമായിട്ട്. ഇപ്പോൾ ലോകത്ത് യേശുവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റാത്ത ഒരാൾ പോലും ഈ ലോകത്തില്ല. അതുകൊണ്ടാണ് യേശുവിനെക്കുറിച്ച് പറയുമ്പോൾ മനുഷ്യരുടെ ഉള്ളിൽ ഒരു പ്രകാശം പെട്ടെന്ന് പൊട്ടിവിടരുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് യേശുവും അവരും തമ്മിൽ എങ്ങനെയോ ഒരു കണക്ഷനുണ്ട്. അറിയുന്നില്ലെന്നേ ഉള്ളൂ, പലരും അത് തിരിച്ചറിയുന്നില്ലെങ്കിലും ഈശോയുമായിട്ട് അഗാധമായ ഒരാത്മബന്ധം ഏത് മനുഷ്യനുമുണ്ട്. അപ്പോൾ ഒന്നാമത്തേതാണ് വചനത്തിൻ്റെ ഒരു തലമെന്ന് പറയുന്നത്, എല്ലാം സൃഷ്ടിക്കപ്പെട്ടത് വചനത്തിലൂടെയാണ്. രണ്ടാമത്തേത് പറയുകയാണ് 1-ാം അധ്യായത്തിൻ്റെ 4-ാമത്തെ വാക്യം, അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ഇതായത് വചനത്തിൻ്റെ രണ്ടാമത്തെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് സോഴ്സ് ഓഫ് ലൈഫാണ്, ജീവൻ്റെ ആധാരമാണ്. ജീവൻ വരുന്നത് ഈ വചനത്തിൽ നിന്നാണ്. നമ്മൾ വളരെ ലെങ്തി ആയിട്ട് യോഹന്നാൻ്റെ സുവിശേഷത്തിൽ ചർച്ച ചെയ്യാൻ പോകുന്നൊരു വിഷയമാണ് ജീവൻ. അതുകൊണ്ട് ഇപ്പം ഞാനതിലേക്ക് കടക്കുന്നില്ല. അതായത് ജീവൻ എന്ന് പറയുന്നത് വളരെ വിപുലമായി നാം ചർച്ച ചെയ്യേണ്ട ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ മനസ്സിലാക്കിയിരിക്കണം, ഇവിടെ ജീവൻ വരുന്നത് ആരിലൂടെയാണ്? വചനത്തിലൂടെയാണ്. ജീവൻ്റെ ഉറവിടം ആരാണ്? വചനമാണ്. അതാണ് വചനത്തെ സംബന്ധിക്കുന്ന സോഴ്സ് ഓഫ് ലൈഫാണ്. മൂന്നാമത്തെ ഒരു വെളിപ്പെടുത്തൽ 1:14 1:14. ഈ വചനം യോഹന്നാൻ 1:14, വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു, കൃപയും സത്യവും നിറഞ്ഞതും പിതാവിൻ്റെ ഏകജാതൻ്റേതുമായ മഹത്വം. അപ്പോൾ മൂന്നാമത്തേത് ആ വചനം മാംസമായി, മാംസം ധരിച്ചു. നാലാമത്തേത് 1:14 പറയുകയാണ്, ആ വചനത്തിലൂടെ എന്ത് ചെയ്തു? നമ്മൾ ദൈവത്തിൻ്റെ മഹത്വം കണ്ടു. ദൈവമഹത്വം വെളിപ്പെടുന്നത് ദൈവവചനത്തിലൂടെയാണ്. അതാണ് വചനത്തിൻ്റെ നാലാമത്തെ അർത്ഥം. വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു, അവൻ്റെ മഹത്വം നമ്മൾ ദർശിച്ചു. ലോകം
ദൈവത്തിൻ്റെ മഹത്വം ദർശിച്ചത് ഈ വചനത്തിലൂടെയാണ്, അല്ലെ വചനമായ യേശുവിലൂടെയാണ്. അതാണ് അവിടുത്തെ ആശയം. അഞ്ചാമത്തേത് 1:18, ദൈവത്തെ ഒരിക്കലും ആരും കണ്ടിട്ടില്ല, പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അഞ്ചാമത്തേത് വചനമാണ് ദൈവത്തെ റിവീൽ ചെയ്തത്. ഹീ റിവീൽഡ് ഗോഡ്, വേർഡ് റിവീൽഡ് ഗോഡ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ ക്ലാസ്സിൽ അത് ചർച്ച ചെയ്തിരുന്നു. അതായത് ദൈവം എന്ത് ചിന്തിക്കുന്നു, ദൈവത്തിൻ്റെ കാഴ്ചപ്പാട് എന്താണ്, ദൈവത്തിൻ്റെ മനസ്സിലെന്താണ്, ഇത് മാനവരാശിക്ക് മനസ്സിലായത് യേശുവാകുന്ന വാക്കിലൂടെയാണ്. ഒരു വാക്ക് യേശുവാകുന്ന വചനത്തിലൂടെയാണ് വെളിപ്പെട്ട് കിട്ടിയത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, ഒന്നാമത്തേത് അവനിലൂടെയാണ് എല്ലാം സൃഷ്ടിക്കപ്പെട്ടത്. രണ്ടാമത്തേത് അവനാണ് ജീവൻ്റെ ഉറവിടം. മൂന്നാമത്തേത് ആ വചനം മാംസമായി നമ്മുടെ ഇടയിൽ വസിച്ചു. നാലാമത്തേത് അവൻ ദൈവ മഹത്വത്തെ ലോകത്തിന് വെളിപ്പെടുത്തി. അഞ്ചാമത്തേത് അവൻ ദൈവത്തെ പിതാവിനെ വെളിപ്പെടുത്തി. ഇത്രയും കാര്യങ്ങളാണ് വചനത്തെ സംബന്ധിക്കുന്ന 5 വെളിപ്പെടുത്തലുകൾ ഈ 18 വാക്യങ്ങളിൽ ഉള്ളത്. ഇനി ഞാൻ ആ ജീവൻ എന്നതിൻ്റെ ഒരു ചെറിയ പരാമർശം ഇവിടെ നടത്തുകയാണ്. അപ്പോൾ നമ്മൾ ഒന്നാം അധ്യായത്തിൽ 1-2 വാക്യങ്ങളാണ് ഇപ്പോൾ വായിച്ചത്. ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടെയായിരുന്നു, വചനം ദൈവമായിരുന്നു, അവൻ ആദിയിൽ ദൈവത്തോടു കൂടെയായിരുന്നു, സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. എന്നിട്ട് പറയുകയാണ്, അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അവനിൽ ജീവൻ ഉണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ ജീവൻ, ഇത് വളരെ ഡിഫിക്കൽട്ടായൊരു കോൺസെപ്റ്റാണ് മനസ്സിലാക്കാൻ. ഒത്തിരി തലങ്ങളുള്ളൊരു സങ്കല്പമാണ് ഈ ജീവൻ എന്ന വാക്ക് യോഹന്നാൻ ഉപയോഗിക്കുമ്പോൾ അതിനുള്ളത്. അപ്പോൾ നമുക്ക് 1-2 ഷെയ്ഡുകളൊന്നും ഇപ്പോൾ മനസ്സിലാക്കാണ്ട് പരിശ്രമിക്കും. ഒന്നാമത്തേത്, അതായത് അവന് ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ ഏറ്റവും സിമ്പിളായ അർത്ഥം എന്ന് പറഞ്ഞാൽ ജീവനുള്ളതെല്ലാം അവയുടെ ജീവന് ആരോട് കടപ്പെട്ടിരിക്കുന്നു? ഈ വചനത്തോട്, യേശുവിനോട്. അപ്പോൾ അതാണ് ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ എനിക്ക് ജീവനുണ്ട്, നിങ്ങൾക്ക് ജീവനുണ്ട്. നമ്മുടെ ഈ ജീവൻ്റെ ആധാരം, നമ്മൾ ഈ വചനത്തിൻ്റെ 5 പ്രത്യേകതകൾ പറഞ്ഞപ്പോൾ ജീവൻ്റെ ഉറവിടം വചനമാണ്. അപ്പോൾ ജീവിക്കുന്നതെല്ലാം, നിലനിൽക്കുന്നതെല്ലാം അവയുടെ ജീവന് ഈ വചനത്തോട് കടപ്പെട്ടിരിക്കുന്നു. വചനമാണ് അവർക്ക് ജീവൻ നൽകിയത്, ഈ പുത്രനാണ് അവർക്ക് ജീവൻ നൽകിയത്, അല്ലെങ്കിൽ യേശുവാണ് അവർക്ക് ജീവൻ നൽകിയത്. അപ്പോൾ ജീവനുണ്ടായിരുന്നു എന്ന് പറഞ്ഞാൽ ജീവനുള്ളതെല്ലാം അവയുടെ ജീവന് യേശുവിനോട് കടപ്പെട്ടിരിക്കുന്നു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത്, നമ്മൾ അംഗീകരിച്ചാലും ഇല്ലെങ്കിലും ജീവനുള്ള എല്ലാം, ജീവിക്കുന്ന എല്ലാം, എല്ലാ ലിവിങ് ബീങ്സും ജീവനുള്ളത് യേശു ജീവൻ നൽകിയത് കൊണ്ടാണ്. കുരിശിൽ ജീവൻ കൊടുത്തു എന്നുള്ള ആ അർത്ഥമല്ല ഇവിടെ. യേശുവിലൂടെയാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. അതുകൊണ്ട് നമ്മുടെ ലൈഫ് ഇന്ന് ജീവിക്കുന്നത് എന്തും യേശുവിനോട് കണക്റ്റഡാണ്. കാരണം ആ ജീവൻ വന്നത് ആരിൽ നിന്നാണ്? പുത്രനിൽ നിന്നാണ്. നമ്മൾ വളരെ കൃത്യമായിട്ട് മനസ്സിലാക്കണം. അതായത് നമ്മളിന്ന് നമുക്ക് ഉള്ളതും നമ്മുടെ ഈ ഫിസിക്കൽ ലൈഫ് തന്നെയാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. നമ്മുടെ ഇപ്പോൾ ശരീരത്തിലുള്ള ജീവൻ, നമ്മൾ മരിക്കുമ്പോൾ നമുക്ക് ഇല്ലാതാവുന്ന ജീവൻ, ആ ജീവൻ വന്നതും ആരിലൂടെയാണ്? യേശുവിലൂടെയാണ്. യേശുവിലൂടെയാണ് ആ ജീവൻ വരുന്നത്. ഇന്നും ഈ മനുഷ്യൻ്റെ പരീക്ഷണശാലകൾക്ക് ജീവനെ സൃഷ്ടിക്കാൻ പറ്റില്ല. ജീവൻ എവിടെ നിന്ന് വരുന്നു? അല്ലെങ്കിൽ ഈ മെഴുകുതിരി അണയുമ്പോൾ ജീവൻ അങ്ങോട്ട് പോകുന്നു? ഇതിനെക്കുറിച്ച് ഇന്നും ശാസ്ത്രത്തിന് വ്യക്തതയില്ല, മനുഷ്യന് ആർക്കും ഒരു വ്യക്തതയില്ല. പരീക്ഷണശാലകളിൽ ഹ്യൂമൻ ക്ലോണിങ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വന്നിട്ട് പോലും ശരിക്കും പറഞ്ഞാൽ ജീവൻ്റെ ആ ആദ്യത്തെ മോമെൻറ്റിനെ, അതിനെ ഉൽപ്പാദിപ്പിക്കാൻ, സൃഷ്ടിക്കാൻ ഇന്ന് മനുഷ്യൻ ഇന്നും ഈ കണ്ടുപിടുത്തങ്ങളുടെ, ഈ നൂതനമായ സാങ്കേതിക വിദ്യകളുടെ കാലത്തും സാധിച്ചിട്ടില്ല. അപ്പോൾ യഥാർത്ഥത്തിൽ ജീവൻ വരുന്നത് പുത്രനിൽ നിന്നാണ്, യേശുവിൽ നിന്ന് മാത്രമാണ്. അതുകൊണ്ട് ഓരോ ജീവനെയും എന്തുമാത്രം ആദരവോടെ നമ്മൾ കാണേണ്ടതുണ്ട്. ഓരോ ജീവനെയും, ഇപ്പോൾ ഒരു കുഞ്ഞാണെങ്കിൽ പോലും ആ കുഞ്ഞിൻ്റെ ജീവൻ വന്നിരിക്കുന്നത് യേശുവിൽ നിന്നാണ്. അപ്പോൾ യഥാർത്ഥത്തിൽ ഏറ്റവും നിസ്സാരനായ ഒരാളാണെങ്കിൽ പോലും അയാൾ ഭൂമിയിൽ നിലനിൽക്കുന്നു, അയാൾ ഭൂമിയിൽ ജനിച്ചിട്ടുണ്ട്, ഒരു മനുഷ്യനാണ്. ആ മനുഷ്യൻ്റെ ജീവൻ യഥാർത്ഥത്തിൽ വന്നത് നമ്മുടെ കർത്താവായ യേശുവിൽ നിന്നാണ്. പറഞ്ഞേ ഹല്ലേലൂയ, ഹല്ലേലൂയ. അപ്പോൾ അതാണ് ജീവൻ എന്നതിൻ്റെ ഏറ്റവും സിമ്പിളായ അർത്ഥം. അതുകൊണ്ട് നമ്മൾ വെദർ വി അക്നോളജ് ഇറ്റ് ഓർ നോട്ട്, വെദർ വി റിയലൈസ് ഇറ്റ് ഓർ നോട്ട്, ആക്സെപ്റ്റ് ഇറ്റ് ഓർ നോട്ട്, എവറി ലിവിങ് തിങ് ഹാസ് റിസീവ്ഡ് ഇറ്റ്സ് ലൈഫ് ഫ്രം ദ ലൈഫ് ഓഫ് ജീസസ്. പുത്രൻ്റെ ജീവനിൽ നിന്നാണ് എല്ലാറ്റിനും ജീവനുണ്ടായത്. ഇനി ഞാൻ ജീവനെക്കുറിച്ച് പിന്നീട് കുറച്ച് നമുക്ക് ചർച്ച ചെയ്യാം. ഇവിടെ പറയുകയാണ്, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. അപ്പോൾ അത് മനസ്സിലാക്കിയെങ്കിലേ നമുക്ക് യഥാർത്ഥത്തിൽ ജീവനെക്കുറിച്ച് മനസ്സിലാവത്തുള്ളൂ. അപ്പോൾ എന്താണ് ജീവൻ? ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മൾക്കൊന്ന് സാവകാശം ശ്രദ്ധിക്കേണ്ടതുണ്ട്. നിങ്ങൾ
ശ്രദ്ധിച്ച് മുന്നോട്ട് പോകേണ്ടതുണ്ട്. അതായത് എന്തിനാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്? എന്തിനാണ് യോഹന്നാൻ 20 പറയുന്നുണ്ട്, എന്തിനാണ് ഈ സുവിശേഷം എഴുതപ്പെട്ടത്? അല്ല യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിൻ്റെ വ്യാഖ്യാനം ഞാൻ പറഞ്ഞിരുന്നു. വിശ്വസിക്കുക എന്ന് പറഞ്ഞാൽ നിരന്തരമായി കണ്ടിന്യൂസ് ആയിട്ട് വിശ്വസിക്കുന്നത്, അങ്ങനെയാണ് പറയുന്നത്. കീപ്പ് ഓൺ ബിലീവിങ്. യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ നിരന്തരമായി വിശ്വസിക്കുന്നതിനും അങ്ങനെ നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ നിരന്തരമായി ജീവനുണ്ടാകുന്നതിനും വേണ്ടിയാണ് ഇവയെല്ലാം എഴുതപ്പെട്ടിരിക്കുന്നത്. അത് യോഹന്നാൻ കൃത്യമായിട്ട് നമ്മൾ എന്തിന് ഈ സുവിശേഷം എഴുതി എന്ന കാര്യം ചിന്തിച്ചപ്പോൾ നമ്മൾ കണ്ടിരുന്നു. യോഹന്നാൻ പറയുകയാണ്, ഇതായത് ഞാൻ ഈ കാര്യങ്ങളെല്ലാം സമാഹരിച്ച് ഈ ഗ്രന്ഥത്തിൽ എഴുതപ്പെട്ടവയെല്ലാം എഴുതപ്പെട്ടത് യേശു ക്രിസ്തുവാണെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നതിനും അങ്ങനെ വിശ്വസിക്കുക നിമിത്തം നിങ്ങൾക്ക് അവൻ്റെ നാമത്തിൽ ജീവനുണ്ടാകാനും വേണ്ടിയാണ്. സോ ദ വെരി പേർപ്പസ് ഓഫ് റൈറ്റിംഗ് ദിസ് ഗോസ്പൽ, ഈ സുവിശേഷം എഴുതപ്പെട്ടതിൻ്റെ ഏറ്റവും പരമമായ ലക്ഷ്യം എന്താണ്? നമുക്ക് ജീവൻ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ആ ജീവൻ എന്താണ് എന്ന് മനസ്സിലാക്കാതെ യോഹന്നാൻ്റെ സുവിശേഷം നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. ഇപ്പോൾ യഥാർത്ഥത്തിൽ യോഹന്നാൻ മനസ്സിലാക്കണമെങ്കിൽ ഒരു ഒറ്റ സങ്കല്പം മനസ്സിലാക്കിയാൽ മതി. ഏത് മനസ്സിലാക്കിയാൽ മതി? ജീവൻ എന്താണെന്ന് മനസ്സിലാക്കിയാൽ മതി. ജീവൻ്റെ ഏറ്റവും സിമ്പിളായ അർത്ഥം ഞാൻ പറഞ്ഞത് നമ്മുടെ ഫിസിക്കൽ ലൈഫ്. പക്ഷെ അത് മാത്രമല്ല ജീവൻ. യഥാർത്ഥത്തിൽ യോഹന്നാൻ ഉദ്ദേശിക്കുന്ന ജീവൻ അതൊന്നുമല്ല, അതിനൊക്കെ അപ്പുറത്തുള്ളൊരു ജീവൻ. എന്താണ് ആ ജീവൻ? അതിൻ്റെ ഒരു ചെറിയ ലൈറ്റ് മനസ്സിലാക്കാൻ നമുക്ക് ഈ സങ്കീർത്തനം 36:9 വായിക്കാം. സങ്കീർത്തനം 36:9, സാംസ് 36:9. സങ്കീർത്തനം 36:9. അങ്ങയിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. കണ്ടോ, ഇവിടെ 36-ാം സങ്കീർത്തനത്തിൻ്റെ 9-ാം വാക്യത്തിൽ ജീവനും പ്രകാശവും ഒരുമിച്ച് പറയുകയാണ് ബൈബിള്. അതായത് ജീവൻ വെളിച്ചമാണ് എന്ന് സങ്കീർത്തനത്തിൽ തന്നെ പറയുന്നുണ്ട്. ഒരിക്കൽ കൂടെ വായിക്കാം. അങ്ങിലാണ് ജീവൻ്റെ ഉറവ, അങ്ങയുടെ പ്രകാശത്തിലാണ് ഞങ്ങളുടെ പ്രകാശം. അപ്പോൾ അതായത് ഈ യേശു തരുന്ന ജീവൻ എന്താ? യഥാർത്ഥത്തിൽ യേശുവിലൂടെ വരുന്ന ജീവൻ എന്താണ്? ശാരീരിക ജീവൻ മാത്രമല്ല, അതൊരു വെളിച്ചമാണ്, ആണല്ലോ. ആ വെളിച്ചം എന്ന് പറഞ്ഞാൽ എന്താ? ആ വെളിച്ചം എന്ന് പറഞ്ഞാൽ, ഉദാഹരണത്തിന് മനുഷ്യൻ്റെ മനസ്സിൽ അന്ധകാരമുണ്ട്. ഉണ്ട്. ഇപ്പോൾ ഉദാഹരണത്തിന് ഒത്തിരി മനുഷ്യരിന്ന് ജീവിക്കാൻ ഒരു ജീവിതം മടുത്തിട്ട് ആത്മഹത്യ ചെയ്യുന്നു. വലിയ പ്രശ്നത്തിൻ്റെ നടുവിൽ ആത്മഹത്യ ചെയ്യുന്നവരുണ്ട്. അതുപോലെ തന്നെ ജീവിതം മടുത്തിട്ട്, അതായത് ദേ ഹാവ് നത്തിങ് ടു മൂവ് ഓൺ, നത്തിങ് ടു പുൾ ഓൺ. ജീവിതത്തിലേക്ക് വലിച്ചടുപ്പിക്കുന്നതൊന്നുമില്ല, ഡ്രൈ ആയിട്ട് മാറുകയാണ്. വിരസമായും മടുപ്പനുഭവിക്കുന്നതായും ജീവിതം മാറുമ്പോൾ മനുഷ്യർ ചിലപ്പോൾ മരണം ചൂസ് ചെയ്യുന്നത് കാണുന്നു. ശരിയാണെന്നല്ല പറയുന്നത്, പക്ഷെ യാഥാർത്ഥ്യം പറയുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ആ മനുഷ്യരെ ആ മരണത്തിലേക്ക് തള്ളിവിട്ടത് എന്താ? മനസ്സിൽ ഒരു ഇരുട്ടായിപ്പോയി, മനസ്സിൽ വെളിച്ചമില്ലാതായിപ്പോയി. ശരീരത്തിലെ ജീവൻ്റെ കാര്യം ഞാൻ പറഞ്ഞു. ശരീരത്തിലെ ജീവൻ പോകുമ്പോൾ അത് മരണം. മനസ്സിലെ ജീവൻ പോകുമ്പോഴോ അതിൻ്റെ പേരാണ് ഇരുട്ട്. ഒരാൾക്ക് വ്യക്തതയില്ല, ലക്ഷ്യമില്ല, ഒരാൾക്ക് മുന്നോട്ട് നീങ്ങാൻ ഒരു കാരണവുമില്ല, ജീവിതത്തിൽ സന്തോഷം തരുന്ന ഒന്നുമില്ല, അയാൾക്കൊന്നും കണ്ടെത്താൻ പറ്റുന്നില്ല. എപ്പോഴും ശ്രദ്ധിച്ചിരിക്കണം, സന്തോഷം ആർക്കും നൽകപ്പെടുന്നതല്ല, അവർ കണ്ടെത്തുന്നതാണ്. ഒരു മനുഷ്യൻ്റെയും സന്തോഷം ജീവിതം ആർക്കും നേരിട്ട് കൊടുത്തതല്ല. ഇപ്പോൾ പണക്കെട്ടുകൾ, പണച്ചാക്ക് ഇങ്ങനെ അടുക്കി വെച്ചിട്ട് അതിൻ്റെ മുകളിലിരുന്നും ഒരുത്തന് ഡിപ്രസ്ഡ് ആയിട്ടിരിക്കാം. പണം ഉള്ളതുകൊണ്ട് ഒരാൾ ഹാപ്പി ആവുന്നില്ല, ഹെൽത്ത് ഉള്ളതുകൊണ്ട് ഒരാൾ ഹാപ്പി ആവുന്നില്ല, സൗന്ദര്യം ഉള്ളതുകൊണ്ട് ഒരാൾ ഹാപ്പി ആവുന്നില്ല, ജീവിതത്തിൽ എന്തെല്ലാം കിട്ടിയാലും ഒരാൾ ഹാപ്പി ആവുന്നില്ല. ഇനി ഇതൊന്നും ഇല്ലാത്ത ചില മനുഷ്യരെന്ത് ഹാപ്പി ആയിട്ട് ജീവിക്കുകയും ചെയ്യുന്നു. അപ്പോൾ സന്തോഷമെന്ന് പറയുന്ന യഥാർത്ഥത്തിൽ നമുക്ക് ലഭിക്കുന്നതല്ല, നമ്മൾ കണ്ടെത്തുന്നതാണ്. ഇപ്പോൾ ഒരു മനുഷ്യന് സന്തോഷം കണ്ടെത്താൻ ഒന്നുമില്ലാതെ വരുമ്പോൾ അയാളുടെ മനസ്സിനെ വിളിക്കുന്ന പേര് ഇരുണ്ട, അരണ്ട, വെട്ടമില്ലാത്തൊരു മനസ്സെന്നാണ്. മെൻ്റൽ ഡാർക്ക്നെസ്സാണത്. ആ മെൻ്റൽ ഡാർക്ക്നെസ്സിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. കഴിഞ്ഞ 2000 വർഷത്തിനിടയിൽ ഈ മാനസിക അന്ധകാരത്തിൻ്റെ കെട്ടകാലത്തിലേക്കും അരണ്ട ലോകത്തിലേക്കും വലിച്ചെറിയപ്പെട്ട കോടാനുകൂടി മനുഷ്യർക്ക് യേശു എന്ന പ്രകാശം ജീവൻ കൊടുത്തില്ലേ? അവരെ വെളിച്ചത്തിലേക്ക് കൊണ്ടുവന്നില്ലേ? അവരെ ഇരുട്ടിൽ നിന്ന് പ്രകാശത്തിലേക്ക് വലിച്ച് എടുത്ത് ജീവിതത്തിൻ്റെ മുഖ്യധാരയെ നിർത്തിയില്ലേ? ജീവനാണത്. അതായത് നമ്മൾ വളരെ സൂക്ഷ്മമാണ്, പക്ഷേ
സട്ടിലായിട്ടാണെങ്കിൽ പോലും നമ്മൾ എത്രയോ പേരുടെ നമ്മുടെ എല്ലാ ജീവിതങ്ങളിൽ നമ്മളെന്താ ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിച്ചു പോണേ? ദുഃഖങ്ങളില്ലാഞ്ഞിട്ടല്ല, ദുഃഖിക്കാൻ കാരണമില്ലാഞ്ഞിട്ടുമല്ല. പക്ഷെ അതായത് എവിടെയോ ഒരു പ്രകാശം വരുന്നുണ്ട്. നമ്മൾ കാണാത്ത ഒരു ലോകത്ത് നിന്ന് ഒരു പ്രകാശം നമ്മുടെ മനസ്സിലേക്ക് വീണ് കിട്ടുന്നത് കൊണ്ടാണ് മനുഷ്യൻ ജീവിച്ച് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത്, ഈ മാനസിക അന്ധകാരമുണ്ട്, അവിടെ യേശു ജീവനാണ്. ജീവൻ എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം ഞാൻ പറയുകയാണ് മനുഷ്യൻ. അപ്പോൾ അതുപോലെ തന്നെ വേറൊരു അന്ധകാരമാണ് മോറൽ ഡാർക്ക്നെസ്, ധാർമ്മിക അന്ധകാരം. അത് വിശദീകരണത്തിന് ഒരു ആവശ്യമില്ലല്ലോ. അതായത് നശിച്ച് ഇപ്പോൾ കഞ്ചാവ്, നമ്മളിപ്പോൾ പറയുന്നു ഒരു ചെറുപ്പക്കാരൻ കഞ്ചാവിനടിമയായിട്ട് അവന് ഇല്ല, പരിസരബോധമില്ലാതിരുന്ന് ചിരിക്കുന്നു, കരയുന്നു, പരിസരബോധമില്ലാതെ പെരുമാറുന്നു, വയലൻ്റ് ആവുന്നു, കുടുംബ ബന്ധങ്ങൾ ശിഥിലമാവുന്നു, ഭാര്യാഭർത്ത് ബന്ധം ഇല്ലാതാവുന്നു, അപ്പനമ്മമാരോടുള്ള ബന്ധം തകരുന്നു, വിദ്യാഭ്യാസം മുടങ്ങുന്നു, ജോലി ഇല്ലാതാവുന്നു, സൊസൈറ്റിയിൽ നിന്ന് റിജക്റ്റഡ് ആവുന്നു, ഒരാൾ കംപ്ലീറ്റായിട്ട് ഏലിയനേറ്റഡ് ആവുന്നു, പിന്നെ അയാൾ പെരിഫറിയിലേക്ക് വലിച്ചെറിയപ്പെടുന്നു, പിന്നെ അയാൾ ഒരു തരത്തിൽ ഒന്നുകിൽ മരിക്കുന്നു, അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുന്നു, അല്ലെങ്കിൽ മരിച്ചതുപോലെ ജീവിച്ചിരിക്കുന്നു. മോറൽ ഡിപ്രൈവേഷനാണ്, മോറൽ ഡാർക്ക്നെസ്സാണ്, അതായത് ധാർമ്മിക അന്ധകാരം. ഇത് ലോകത്ത് വളരെ ശക്തമായിട്ട് നിൽക്കുമ്പോൾ ഈ അന്ധകാരത്തിലേക്ക് കത്തിച്ചു വെച്ചൊരു ഒരിക്കലും കെടാത്ത, ഒരു കാറ്റിലും അണയാത്തൊരു വിളക്കാണ് യേശു. അപ്പോൾ അത് ജീവനല്ലേ? മനുഷ്യൻ്റെ ധാർമ്മിക ജീവിതത്തിൽ ജീവൻ കൊളുത്തുന്നവനാണ് യേശു. മനുഷ്യൻ്റെ മാനസിക അന്ധകാരത്തിൽ ജീവൻ കൊളുത്തുന്നവനാണ് യേശു. അപ്പോൾ ഈ ജീവൻ, ഞാൻ കൂടുതൽ ജീവനെക്കുറിച്ച് പിന്നീട് നമുക്ക് ഓരോ കാര്യങ്ങൾ പറഞ്ഞു പോകുമ്പോൾ വിശദീകരിക്കാം. ഇപ്പോൾ നമ്മൾ ഈ വചനത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കി, വചനം എന്നതുകൊണ്ട് യോഹന്നാൻ എന്താണ് ഉദ്ദേശിച്ചതെന്ന് മനസ്സിലാക്കി. ഇനി നമ്മൾ ജീവനെക്കുറിച്ചുള്ള 1-2 അടിസ്ഥാന തലങ്ങൾ ചർച്ച ചെയ്യുകയും ചെയ്തു. ഈശോയ്ക്ക് നന്ദി പറയാം. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിന് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു, അങ്ങയുടെ ഉദരഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി എപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു വരണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഏകം ആമേൻ.